വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, യുവാക്കളെ, കുട്ടികളെ, കുഞ്ഞുമക്കളെ, ഈശോ പറയുന്നത് ഒറ്റ കാര്യമാണ്: പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പരീക്ഷകളിൽ വീഴാതിരിക്കുവാൻ, രോഗങ്ങളിൽ പെടാതിരിക്കുവാൻ, തിന്മയുടെ ശക്തികളിൽ പെടാതിരിക്കുവാൻ, അശുദ്ധത നമ്മളിൽ വരാതിരിക്കാൻ, പാപ സാഹചര്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ, പാപ കൂട്ടുകെട്ടുകളിൽ അകന്ന് ജീവിക്കുവാൻ ദൈവം ഒറ്റ വഴി ഇതാണ്: നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടം വളരെ ഗൗരവമുള്ള ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ വ്യത്യസ്ത പിശാചുക്കളുടെ, വ്യത്യസ്ത ആസക്തികളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പിൻ്റെ ഏറ്റവും വലിയ ചിന്ത എന്താണെന്ന് വെച്ചാൽ, മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. രൂപാന്തരങ്ങൾ വരുത്തേണ്ടത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ്, മനസ്സിലാണ്, ആത്മാവിലാണ്, അല്ലെങ്കിൽ ശരീരത്തിലാണ്. 3 തലങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത്: ആത്മാവ്, ശരീരം, മനസ്സ്. ഈ 3 തലങ്ങളിലും മാറ്റങ്ങളും വ്യത്യാസങ്ങളും വരണം. പോരാട്ടങ്ങൾ പുറത്തല്ല നടക്കുന്നത്, പോരാട്ടങ്ങളെല്ലാം അകത്താണ് നടക്കുന്നത്. മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ, ആത്മാവിലാണ് നടക്കുന്നത്. അല്ലേലിയ. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാം കേരളം സന്ദർശിക്കാനായി ഇടവന്നു. കേരളം ആദ്യമായിട്ട് സന്ദർശിക്കുന്ന അവസരത്തിൽ, രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്ന സമയത്ത് ആ മനുഷ്യൻ കേരളത്തിൽ വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥനാലയം, ഒരു ദേവാലയം തിരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹിയിൽ നിന്നും ആ ദേവാലയത്തിലേക്ക് വിളിച്ചു. അതിനുവേണ്ടി സജ്ജീകരണം ചെയ്യാൻ പറഞ്ഞു. പുരോഹിത ശ്രേഷ്ഠന്മാർ അവിടെ വന്നു, പുരോഹിതരവിടെ നിറഞ്ഞു, ജനം നിറഞ്ഞു. ഒപ്പം പ്രോട്ടോക്കോൾ അനുസരിച്ച് പോലീസുകാരും കേന്ദ്ര പോലീസുകാരെല്ലാം നിരന്നു. ആ മനുഷ്യൻ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ചു പോരുമെന്ന് വിചാരിച്ച് എല്ലാവരും ഇരിക്കുമ്പോൾ ആ മനുഷ്യൻ ബലിവേദിയിലേക്ക് കടന്നു നിന്നു. ബലിവേദിയിൽ റീഡിംഗ് സ്റ്റാൻഡിൽ കയറി നിന്നിട്ട് ആ മനുഷ്യൻ ലോകത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ കാര്യപ്രകാരം ആരെങ്കിലും കേട്ടവരുണ്ടോ? ഞാൻ ഇന്ന് ഈ രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ കൊച്ചു ചെറുപ്പത്തിൽ പഠിച്ച ഒരു സ്കൂളിൽ നൽകിയ ഒരു സമ്മാനമാണ് ഞാൻ ഇന്ന് ഈ പദവിയിലെത്തുന്നത്. ആ മനുഷ്യൻ നമുക്കറിയാം, രാമേശ്വരം ട്രിച്ചി ഭാഗത്ത് കടലോരത്ത് വള്ളം കടന്നു വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പാത്രവുമായിട്ട് ചെല്ലും. പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു. ഒരു അക്രൈസ്തവ അമ്പലത്തിൻ്റെ പരിസരത്ത് വളർന്നു. ആ മനുഷ്യൻ പഠിച്ചത് ട്രിച്ചിയിലുള്ള ജസ്യൂട്ട് ഫാദേഴ്സിൻ്റെ കോളേജിലും സ്കൂളിലുമാണ്. അവരെല്ലാ ദിവസവും അവനെ പഠിപ്പിക്കുമായിരുന്നു. പഠിപ്പിക്കുന്നപ്പോഴാണ്, എന്നെ സമാധാനത്തിൻ്റെ ദൂതനാക്കി മാറ്റണമേ. അസിസ്റ്റർ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥന അവനെ പഠിപ്പിക്കുമായിരുന്നു. ആ പ്രാർത്ഥന അവന് വളരെ ഇഷ്ടപ്പെട്ടു. ദാരിദ്ര്യത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ, പഠിക്കാൻ വഴിയില്ലാതെ കടന്നു പോകുമ്പോൾ, ആ ജെസ്യൂട്ട് ഫാദേഴ്സ് അവനെ പഠിപ്പിക്കാൻ തയ്യാറായി. അവൻ പഠിക്കുകയും ഒപ്പം അതിലുപരിയായിട്ട് എന്നെ ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കി മാറ്റണമേ അവൻ പ്രാർത്ഥിച്ച് അവൻ ഉന്നത പദവിയിലെത്തി, ശാസ്ത്രജ്ഞനായി, അതിൻ്റെ തലവനായിട്ട് മാറി. എന്നിട്ടും ആ പ്രാർത്ഥന നിർത്തിയില്ല. ആ മനുഷ്യൻ പറ, ഇന്ന് വരെ ഇന്നു കൂടി ഞാൻ ആ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഞാൻ ഇന്ന് ഈ സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒപ്പം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ: എൻ്റെ യേശുവാണ് എന്നെ രക്ഷിച്ചത്. സമാധാനത്തിന് ഉപകരണമാക്കി മാറ്റണമെന്ന് അസിസ്റ്റർ ഫ്രാൻസിസ് പ്രാർത്ഥിച്ചത് ദൈവത്തോടാണ്, അല്ലെങ്കിൽ യേശുവിനോടാണ്. അപ്പോൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിൽ വളർന്നു വരുന്ന, അല്ലെങ്കിൽ കോളേജിൽ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ അവൻ്റെ ഹൃദയത്തിൽ കൊടുത്ത ഒരു വലിയ സമ്മാനമാണ് ജസ്യൂട്ട് ഫാദേഴ്സ് കൊടുത്ത സമ്മാനമാണ് അവന് വലിയ പദവിയിൽ ഉയർത്താനായിട്ട് ഇടവന്നത്. അല്ലേലിയ. ആ മനുഷ്യൻ ആ റീഡിംഗ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ ലോകം മുഴുവനും അത് കേൾക്കുകയായിരുന്നു. ഈശോയാണ്, അല്ലെങ്കിൽ അസിസ്റ്റർ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥന ചൊല്ലി സമാധാനത്തിന് ഉപകരണമാക്കണമേ. സമാധാനം ആരുടേതാണ്? ഈശോയുടേതാണ്.
ഈശോ ആണ് സമാധാനം. ഇന്ന് നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിൽ പല വിധത്തിൽ സമാധാനമില്ല. ഭിന്നതയും കലഹവും അസ്വസ്ഥതയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈശോയുടെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി മാറിയിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് ഈശോയെ കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ മക്കൾക്ക് എന്താ പറയുന്നത്? ഒരു കൊച്ചു ജനിക്കുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കൂള് അല്ലെങ്കിൽ കോളേജ് അവനെന്താക്കി തീർക്കണം എന്നാണ്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചിട്ടപ്പെടുത്തി കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് അവനെ പരിശീലിപ്പിക്കുന്നത്. അതിനുവേണ്ടി ലാംഗ്വേജ് പഠിപ്പിക്കുക, ഹിന്ദി പഠിക്കുക, ഇംഗ്ലീഷ് പഠിക്കുക, തമിഴ് പഠിക്കുക. മലയാളം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താ? അവൻ മലയാളത്തിൽ ജീവിക്കാനുള്ളതല്ല, കേരളത്തിൽ ജീവിക്കാനുള്ള പയ്യനല്ല. അപ്പനും അമ്മയും ചിന്തിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ വിദേശികൾ പോലും മലയാളം പഠിക്കുക. ചില കുട്ടികൾ, ചില കാരണന്മാർ ഇവിടെ വന്നിട്ട് ഇരിക്കുന്നത് മലയാളത്തിലുണ്ട് അച്ഛാ, ഇത് ഇംഗ്ലീഷിലുണ്ടോ? കിട്ടിയാൽ പിള്ളേർ വായിക്കാൻ കിട്ടില്ല അച്ഛാ. വലിയ അഭിമാനമായിട്ട്, വലിയ ഒരു പ്രൗഢിയായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ പ്രൗഢിയല്ല. കാരണം സ്വന്തം ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അഭിമാനമാണ്. അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നതല്ല അഭിമാനം. നമുക്ക് പറയാം, തമിഴ്നാട്ടിലേക്ക് ഇന്ന് അവരുടെ വണ്ടികളുടെ നമ്പർ പോലും തമിഴിൽ എഴുതി തുടങ്ങി. അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു കുഴപ്പമുണ്ട്. കേരളത്തിൽ തന്നെ അഹങ്കാരം കൂടുതലാണ്. അഹങ്കാരം. ദൈവത്തിൽ ഒരു വിശ്വാസം ഇന്ന് നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഇഷ്ടംപോലെ സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഇഷ്ടംപോലെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിക്കാൻ വിട്ടുവിട്ട് കുട്ടികൾ ആത്മഹത്യയുടെ മേഖലയിലേക്ക് പോയ സംഭവങ്ങളുണ്ട്. ദൈവവിശ്വാസമില്ലാതെ മാറിയതുണ്ട്. നിരീശ്വരവാദികളായിട്ട് മാറിയ കുട്ടികളുണ്ട്. വലിയ കുട്ടികളൊന്നുമല്ല, ഒരു 5ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ പോകുന്ന കുട്ടികൾ നിരീശ്വരവാദികളായിട്ട് മാറുന്നതിൻ്റെ കാരണം നമുക്കൊറ്റ ആഗ്രഹമുള്ളൂ, പള്ളി പോയില്ലെങ്കിലും കുഴപ്പമില്ല, വേദപാഠം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുടുംബസമ്മേളനത്തിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവവചനം വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുമ്പസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കൊച്ച് സ്കൂളിൽ 1ാം റാങ്ക് മേടിക്കണം, എൻ്റെ കൊച്ച് കോളേജിൽ 1ാം റാങ്ക് നേടണം. അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളെല്ലാം ട്യൂഷനും സ്കൂളും എല്ലാം നമ്മൾ തരപ്പെടുത്താൻ, അതിന് പുറമെ ഡാൻസ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ മ്യൂസിക് പഠിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ കാര്യമുണ്ട്. കൊടുക്കേണ്ടത് ക്രിസ്തുവിനെയാണ്, കൊടുക്കേണ്ടത് ദൈവത്തെയാണ്. അല്ലെങ്കിൽ കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ മാതാപിതാക്കന്മാർ മുമ്പിൽ നിന്നിട്ട് ഇത് വേസ്റ്റാണെന്ന് പറയുന്നത് പല ആവർത്തി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മാതാപിതാക്കന്മാർ എനിക്ക് വേസ്റ്റാണ് ഫാദർ. അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ ചിന്ത പ്രേമബന്ധം മിശ്രഭാഗം ലവ് ജിഹാദൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. അത് വരും തലമുറ എൻ്റെ മുമ്പിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം, അച്ഛാ ഇന്ന് ഈ പ്രേമബന്ധം പാപമാണെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരോട് ചോദിക്കുക, അവർ വർഷങ്ങൾക്ക് മുമ്പ് ഇത് ചെയ്താൽ ഞങ്ങളെ ജനിപ്പിച്ചത്. എവിടെയാണ് വീഴ്ച പറ്റിയത്? മാതാപിതാക്കന്മാരല്ല. എൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ അനേകം പിള്ളേരാണ്, യുവതിവാക്കൾ. അതുകൊണ്ട് ഇന്ന് എനിക്ക് വിശ്വാസമില്ല ഫാദർ. അല്ലെങ്കിൽ ചില കുട്ടികൾ പറഞ്ഞ വചനം വേണ്ട ഫാദർ, വചനം എന്തിനാ? അല്ലെങ്കിൽ അവനോട് പറഞ്ഞത് എന്താ? നീ മെഡിക്കൽ ഫീൽഡിൽ പോകണം, നീ IAS പഠിക്കണം, നീ IPS പഠിക്കണം. അല്ലെങ്കിൽ ഒരു കൊച്ചിനെയും വേദപാഠം പഠിപ്പിച്ച് വിശ്വാസം പഠിപ്പിക്കാനായിട്ട് നമുക്ക് സമയമില്ല. അല്ലെങ്കിൽ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുക വിശ്വാസം. ഞാൻ ഓർക്കുക, വരും നാളുകളിൽ നമ്മുടെ ദേവാലയങ്ങൾ ശൂന്യമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ ഉത്തരവാദി ആരാണെന്ന് വെച്ചാൽ മാതാപിതാക്കന്മാരാ. അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 13-ാമത്തെ തിരുലിഖിതത്തിൽ മനോഹരമായൊരു ദൃശ്യം കാണിക്കുന്നുണ്ട്. കുട്ടികൾ യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവരെ തടയുന്ന ശിഷ്യന്മാരോട് ഈശോ പറയുന്നത് ഒരു കാര്യമുണ്ട്, അവരെ തടയരുത്. നമ്മൾ വായിക്കുമ്പോൾ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയും. അവരെ തടയരുത്. അവരെൻ്റെ അടുത്തേക്ക് വരുവാൻ പറയുന്നൊരു വാക്യമുണ്ട്. ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. അപ്പസ്തോലന്മാർ ചെയ്തത് ശിശുക്കളെ തടഞ്ഞു. ഈ തടഞ്ഞത് അന്ന് അപ്പസ്തോലന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാരോടുള്ള കാര്യം മാത്രമല്ല, ഇന്ന് നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കന്മാരോടും ദമ്പതിമാരോടും ദൈവം പറയുന്നൊരു കാര്യമാണ്, അവരെ തടയരുത്. കാരണം എന്താ? വചനം വിശുദ്ധീകരിക്കുന്നതാണ്, വചനം ജീവൻ നൽകുന്നതാണ്, വചനം സൗഖ്യം നൽകുന്നതാണ്, വചനം വിടുതൽ നൽകുന്നതാണ്. അല്ലേലിയാം. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 13-ാമത്തെ തിരുവചനം, അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയാണ്, അവരെ തടയരുത്, ശിശുക്കളെ തടയരുത്. ശിശുക്കൾ പോകുമ്പോൾ ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മൾ തടയുന്ന മാതാപിതാക്കന്മാരുണ്ട്.
വേദപാഠത്തിന് പോയാലും പോയില്ലെങ്കിലും സ്കൂളിൽ പോകുന്നതാണ് നിർബന്ധം പിടിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഈ വചനം അവർക്കുള്ളതാണോ? ആണോ? തടയരുത്. കാരണം എന്താ? കുട്ടികൾ വിശ്വാസം നമുക്കറിയാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. ഞാനൊരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ ചാടിപ്പറഞ്ഞു. ഒരു സുവിശേഷ പ്രഘോഷകനാണ്, അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണ. ആ മനുഷ്യൻ അവസാനം ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ചേട്ടൻ ഇത് പറയുന്നതെന്ന് ചോദിച്ചു. ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു ഫാദർ, ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു ക്രിസ്തുവിനെക്കുറിച്ച്. കാരണം കുറേ നമുക്കറിയാം ആദ്യകാലങ്ങളിൽ ബൈബിൾ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ബൈബിൾ ഉപയോഗിക്കാൻ പ്രിൻറ്റിംഗ് ഇല്ലായിരുന്നു, ബൈബിൾ കിട്ടുന്നുണ്ടായല്ലോ. ചില ലൂതറിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത് ഉപയോഗിക്കാൻ അത്ര നിർബന്ധം. പക്ഷേ ഈ മനുഷ്യൻ നിരീശ്വരവാദി മാറിയത് അവൻ്റെ മാതാപിതാക്കന്മാർ ഈശോയെ കൊടുത്തില്ല. ഈശോ കൊടുത്തില്ല. അവിടെ ഇപ്രകാരമാണ് വിശ്വാസം ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നാണ്. കേൾവി ക്രിസ്തുവിൽ നിന്നുള്ള പ്രസംഗത്തെക്കുറിച്ചാണ്. നമ്മുടെ കുട്ടികൾ പള്ളി പോകുന്നില്ലെങ്കിൽ, നമ്മുടെ കുട്ടികൾ ഒരു വചനപ്രഘോഷണത്തിന് പോകുന്നില്ലെങ്കിൽ, നമ്മുടെ കുട്ടികൾ ഒരു വാർഷിക ധ്യാനത്തിന് പോകുന്നില്ലെങ്കിൽ, നമ്മുടെ കുട്ടികൾ വേദപാഠത്തിന് പോകുന്നില്ലെങ്കിൽ അവൻ എവിടെ നിന്ന് ഈ വിശ്വാസം കേൾക്കും? കേൾക്കാൻ വേറെ സ്ഥലമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇന്ന് കുട്ടികൾ നിങ്ങൾക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കന്മാർക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ, കുടുംബത്തിൽ അവൻ ശല്യമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, അവന് തിന്മയുടെ പ്രതീകമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, തിന്മയുടെ പ്രതീകമുള്ളത് മാതാപിതാക്കന്മാരോട് മാസങ്ങളായിട്ട് സംസാരിക്കാത്ത കുട്ടികളെ കാണാം. നിസ്സാര സംഭവമല്ല. കാരണം ഇതൊരു വലിയൊരു ഭീകര അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും ജനിച്ചാൽ കഴിഞ്ഞാൽ കൊച്ചിനെ എന്ത് ചെയ്യണം? ഇറ്റലിക്ക് വിടണം, UK വിടണം, ഓസ്ട്രേലിയക്ക് വിടണം, അല്ലെങ്കിൽ അയർലൻഡിന് വിടണം, ഓസ്ട്രിയക്ക് വിടണം. എന്നിട്ട് എന്തായി? നമ്മളിവിടെ ജീവിക്കണം. എന്നിട്ട് അവരുടെ കൂടെ അങ്ങോട്ട് പോകണം. ഇവിടെ എത്രയോ ഞാൻ ചില ഇത് ചെല്ലുമ്പോൾ ആളുകളിരുന്ന് ജോലി ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു പ്രചരണം കൊണ്ട് വന്നിരിക്കുക, ജോലിയില്ല. പഠിച്ച് നമുക്ക് ഇഷ്ടംപോലെ ജോലി സാധ്യതകളുള്ളൊരു നാടാണ്. ഗവൺമെൻറ്റിൻ്റെ കുറേ കാര്യങ്ങൾ കിട്ടുന്നില്ലേ? അല്ലെങ്കിൽ ഞാൻ റെയിൽവേയിൽ ഞാൻ ഒലോക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ റെയിൽവേയിൽ ഇഷ്ടംപോലെ ജോലികളുണ്ടായിരുന്നു. ഇല്ലയെന്ന് പറയാം, തടസ്സങ്ങളുണ്ടെന്ന്. ഞാനിവിടെ ഓർക്കുകയാണ്, ഒരു പയ്യ ഇവിടെ വരുമായിരുന്നു, അവൻ്റെ അമ്മ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. അവന് വേണ്ടി പ്രാർത്ഥിച്ചത്, അവന് വേണ്ടി മാത്രമല്ല ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവനൊരു വിശ്വാസം ഉണ്ടായില്ല. ഇന്ന് എല്ലാ ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കണ്ടിട്ടാണ് അവൻ മറ്റ് പരിപാടികൾക്ക് പോകുള്ളൂ. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ പ്രാർത്ഥനയാണ് എന്നെ ഈ ഗതിയിൽ എത്തിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ വിട്ടില്ല, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. അവനങ്ങാണ്ട് 34-ാമത്തെ വയസ്സിൽ അവന് 4 ജോലി കിട്ടി. 4 ജോലിയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അല്ലെങ്കിൽ അതിൽ ആദ്യത്തെ 2 കിട്ടി, അതിലൊന്ന് ചേർന്നു. അതിലവൻ അടുത്തത് ഹയറായപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് അടുത്തതിൽ കയറി. അവൻ അതിനുശേഷം കല്യാണം നടത്തുമെന്ന് പറഞ്ഞു. അവൻ്റെ കല്യാണം ഫിക്സ് ചെയ്തു. ഇവിടെ ഒരു കുടുംബം ബുധനാഴ്ച ദിവസം വൈകിട്ട് വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വർഷങ്ങളായിട്ട്. അവരുടെ 2 മക്കൾ, ആ 2 മക്കളുടെയും കല്യാണം ഈ ജനുവരി മാസത്തിൽ മനോഹരമായിട്ട് നടത്തി. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളുടെ വിവാഹം നടക്കാതെ വരുമ്പോഴും അല്ലെങ്കിൽ മക്കളില്ലാതെ വരുമ്പോഴും നമ്മൾ ചിന്തിക്കുകയാണ്, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരെടുക്കുന്ന ഒരു തീരുമാനം എന്താ കഴിഞ്ഞാൽ തൽക്കാലം വേണ്ട. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? ഇനി വേണ്ട. കാരണം അത് നമ്മളെടുക്കുന്ന തീരുമാനമാണ് കർത്താവ് അംഗീകരിക്കുന്നത്. അല്ലേലിയ. മറ്റു മതസ്ഥരെ നോക്ക്, അവർ പീക്ക് ടൈമിലാണ് കുട്ടികൾക്ക് ജന്മം നൽകുന്നത്. അല്ലേലിയ. വയസ്സായിരിക്കുമ്പോഴല്ല ജന്മം നൽകേണ്ടത്, പീക്ക് ടൈമിലാണ്. കാരണം ഇത് സഭ പഠിപ്പിച്ച അവർ പറയുന്നൊരു കാര്യം എന്താ? ജോലി ചെയ്ത് ജീവിക്കാൻ സഭ ഞങ്ങളെ അനുവദിക്കുന്നില്ല. ആരാ ഇപ്പോൾ പ്രശ്നക്കാർ? അച്ഛന്മാരെ. ഒരു വലിയ സ്റ്റഡി നടത്തിയതിൽ ഒറ്റ കാര്യം ഇത് പറയാണ്, ഒരു കാലത്ത് നമ്മുടെ കുട്ടികളെല്ലാം എല്ലാ പൊസിഷനിലും കയറിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കാരണവന്മാർ പഠിപ്പിക്കുമായിരുന്നു, മക്കളെ വിവാഹം കഴിക്കേണ്ട സമയത്ത് ചെയ്തു കൊടുക്കണം. ഇന്ന് മറ്റൊരു മേഖലയാണ്, ഇന്ന് പിള്ളേർക്ക് വിവാഹം ചെയ്യാൻ താല്പര്യമില്ല. സ്വഭാവ വിവാഹവും ലിവിങ് ടുഗദറും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന 32 രാജ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ രാജ്യം ഏതാണെന്ന് വെച്ചാൽ ക്രൈസ്തവ രാജ്യങ്ങളാണ്. ചില രാജ്യങ്ങളിൽ നമ്മളീ പറയുന്ന കാര്യങ്ങൾ പറയാമുള്ള ഒരു കുടുംബം ഇവിടെ വന്നു, പാലാ ഭാഗത്തുനിന്ന് വന്ന് ഒരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന നെതർലൻഡ് ഭാഗത്ത്. ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് അവർ ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ പ്രസംഗിക്കുന്നത് ക്രൈസ്തവൻ രാജ്യമാണ് ഞാൻ പോയെന്ന്. അവിടെ വന്ന് പ്രസംഗിച്ച അച്ഛൻ ആ നിമിഷം അറസ്റ്റ് ചെയ്യും,
ജയിലിലിടും. കാരണം വചനം പറയാൻ പാടില്ല. വചനം പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ്. വചനം എന്ന് പറഞ്ഞാൽ പാപം പറയാൻ പാടില്ല, ബാക്കി മേലെ ശരീരത്തിൽ മുട്ടാത്ത വിധത്തിൽ എല്ലാം പറയാം. അല്ലേലിയ. ഞാനിവിടെ ഈ ലിവിങ് ടുഗദറെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഉള്ളവർ പറയാറുണ്ട് ഇതെന്താ സാധനം എന്ന്. അപ്പോൾ ഇവിടെ 2-3 കേസ് വന്നപ്പോഴാണ് അവർ, കേരളത്തിലുണ്ട് ലിവിങ് ടുഗദർ. കേരളത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചവർ ആ ബന്ധം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസത്തിൽ വളർന്നവർ ലിവിങ് ടുഗദർ നടത്തുന്ന കേരളത്തിലുണ്ട്. കാരണം വചനം വേണ്ടെങ്കിൽ, ദൈവം വേണ്ടെങ്കിൽ പിന്നെ അവൻ ചെയ്യുന്നതൊന്നും തെറ്റല്ല. വചനത്തിന് പുല്ല് വില കൽപ്പിച്ചാൽ, ദൈവത്തിന് പുല്ല് വില കൽപ്പിച്ചാൽ, ദൈവത്തെ ഇറക്കി പടിയിറക്കി നമ്മൾ വിട്ടുകഴിഞ്ഞാൽ ആ കുടുംബം നാശത്തിലേക്ക് പോകും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 33-ാമത്തെ തിരുലിഖിതത്തിൽ പ്രകാരമാണ്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവരുടെ കുടുംബം അതിവേഗം നശിച്ചു പോകും. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവരുടെ കുടുംബം അതിവേഗം നശിച്ചു പോകും. അല്ലേലിയാം. ഞാൻ അവർക്കാണ് ഒരു മറ്റു മതസ്ഥനായിട്ട് ജനിച്ച ഒരു മനുഷ്യൻ, അവൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു, കർത്താവേ എന്നെ സമാധാനത്തിൻ്റെ ദൂതനാക്കി മാറണം. നിങ്ങളുടെ കുട്ടികൾ എന്ത് പ്രാർത്ഥനയായിരിക്കും നടത്തുന്നത്? നമ്മുടെ കുട്ടികൾ നടത്തേണ്ട പ്രാർത്ഥന കേൾക്കണം. നമ്മുടെ കുട്ടികൾ കാണുന്ന വസ്തുക്കൾ കാണണം. ഒരു കുടുംബം ഇവിടെ വന്നിട്ട് ആ കൊച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ്, കോഞ്ചുറ എന്തോ ഇത് കുറേ സീരിയലുകളുണ്ട്, ഇതൊക്കെ കണ്ട് നല്ല വിശ്വാസമുള്ള കുട്ടിയായിരുന്നു. പക്ഷേ കുടുംബത്തിൽ അവർക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഈ കൊച്ചിനെ നല്ലൊരു വിദ്യാഭ്യാസം പഠിപ്പിച്ച് ഒരു മെഡിക്കൽ ഇതിലാക്കണം. കൊച്ചിപ്പോൾ എന്തായി ഇന്ന് പറയാം, ഞാൻ ജീവിച്ചിരിക്കണ്ട, മാതാപിതാക്കൾ നിങ്ങൾ വേസ്റ്റ്, ഞാൻ ഈ വീട്ടിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. എവിടെ നിന്ന് പോയി? കൊച്ചിനെ ലാംഗ്വേജ് പഠിക്കുക, വിശ്വാസം കൊടുക്കുന്ന, വിശുദ്ധി പറഞ്ഞു കൊടുക്കുന്ന, ഈശോയെ കൊടുക്കുന്ന ഒരു കൊച്ചിന് ഒരിക്കലും ആ കൊച്ചിൻ്റെ കൈമ പല ആവർത്തി മുറിച്ചിരിക്കുക. പല കുട്ടികൾ ആത്മഹത്യ പ്രവണതയ്ക്ക് ഇന്ന് വിധേയമാക്കണം. ഞാൻ ഓർക്കാണ് LKG UKG പഠിക്കുന്ന ഒരു കൊച്ചിനെ പാലക്കാട് തൊട്ടടുത്തുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. ആ കൊച്ച് LKG കൊച്ചു കുട്ടിയാണ്. എൻ്റെ മേശയുടെ അടുത്ത് നിന്ന് ഞാൻ കൊച്ചിനോട് ചോദിച്ചു വന്നു. ആ കൊച്ച് അപ്പനെ കൊണ്ടുവന്നിരിക്കുന്നത് സ്കൂളിൽ ടീച്ചർ തല്ലിയെന്നും പറഞ്ഞുകൊണ്ടാണ്, വെറുതെ ഉണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ സിസ്റ്റർ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എന്നാൽ അച്ഛൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോയി കൊച്ചിനൊന്ന് പ്രാർത്ഥിപ്പിക്കുക, എന്നിട്ട് രഹസ്യം എന്തെങ്കിലും ഉണ്ടോയെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിസ്റ്റർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചിനെ അറിയില്ലായിരുന്നു, കംപ്ലീറ്റ് മുറി മുഴുവനും ക്യാമറ ഫിറ്റ് ചെയ്തേക്കാണെന്ന് അറിയില്ലായിരുന്നു. കൊച്ചിനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ കൊച്ചു അറിയാതെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം ക്യാമറ നീ പറഞ്ഞത് എടുത്തിട്ട് ഇപ്പോൾ പുതിയ രീതിയിലുള്ള എല്ലാ കുട്ടികൾക്കും അറിയാം എവിടെ എല്ലായിടത്തും ക്യാമറ ഉണ്ടെന്ന്. അതുകൊണ്ട് സത്യം പറയുമോ, കൊച്ചിനോടെ കൊണ്ടുവന്നു. അന്ന് താഴെയുള്ള ഒരു 5-7 വർഷം മുമ്പാണ്. ഞാൻ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ച് ചോദിച്ചു വന്നപ്പോൾ ഈ കൊച്ച് കാണാത്ത ചിത്രങ്ങൾ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കൊച്ചിനൊരു വാശിയാണ്, ടീച്ചർമാർക്കിട്ട് കൊടുക്കണം. കാരണം എന്താ, ടീച്ചർമാർ നന്മ പറഞ്ഞു കൊടുക്കുന്നവരാണ്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവന് ഏറ്റവും എതിരാരാണ്? പിശാചാണ്. കാരണം എന്താ, അവൻ്റെ സ്വഭാവം എന്താ? മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക. അല്ലേലിയ. വേറൊരു കൊച്ചിനെ സിസ്റ്റേഴ്സ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ കൊച്ചിനെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്? ഇല്ല അച്ഛന്ന് പറഞ്ഞു. സിസ്റ്റർമാർ കൈ മുറിച്ച് നിറച്ച് കുപ്പിച്ചില്ലെടുത്ത് ബ്ലേഡ് എടുത്ത് കത്തിയെടുത്ത് മുറിക്കും. ആ വീട്ടുകാർ കൊണ്ടുപോയി ഇത് ചെയ്യും. വീട്ടിലൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ ആ കൊച്ചെന്ത് ചെയ്തു കഴിഞ്ഞാൽ സമാധാനം നഷ്ടിട്ട് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. അല്ലേലിയ. നമുക്കറിയാം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പക്ഷെ ഒരു കുട്ടികളെ പോലും നമ്മൾ അവരെ വളർത്തേണ്ട വിധത്തിൽ വളർത്തിയാൽ കൊച്ചൊരിക്കലും പടി തെറ്റിപ്പോവില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ മാതാപിതാക്കന്മാർ കുടുംബാംഗങ്ങൾ പേടിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, കുട്ടികളെക്കുറിച്ചാണ്. മാതാപിതാക്കന്മാർ വിശുദ്ധരായാൽ കുട്ടികൾ വിശുദ്ധരാകും. മാതാപിതാക്കന്മാർ ദൈവഭക്തി ഉണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് കഴിഞ്ഞ നാളുകളിലെല്ലാം ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? കാര്യസാധ്യത്തിന് വേണ്ടിയായിരുന്നു, ജോലിക്ക് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ഭവനം പണിയാൻ വേണ്ടി. ഇന്നെന്തിനു വേണ്ടിയാണ് പോകുന്നത്? വിശുദ്ധിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ കുടുംബകലഹങ്ങൾ, കുടുംബ ഭിന്നത. അതുകൊണ്ട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടികളെ നിങ്ങൾ തടയരുത്. അല്ലെങ്കിൽ തടയരുത്. ഞാൻ ഇടവകയിലിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ
ഒഴിവാക്കാൻ വേണ്ടി വന്ന് ചോദിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ വേദപാഠമാണ്. അവർക്ക് പഠിക്കാൻ പോകാനുണ്ട്, ട്യൂഷന് പോകാനുണ്ട്, അല്ലെങ്കിൽ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്, ഓർഗൻ പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ ആ കാലത്തിൽ നമുക്കറിയാം ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെയും പരീക്ഷ ഉണ്ടോണ്ട് അതിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ. ഇപ്പം എന്താ, കോയമ്പത്തൂർ നിൽക്കുന്ന ഒരു ഹോട്ടലിലെ വെയിറ്റർ ബിടെക് പഠിച്ചവനാണ്. പാലക്കാട് ഈ ഭാഗത്തുള്ള ഒരു ഹോട്ടലിൻ്റെ മാനേജർ പറഞ്ഞ എൻ്റെ ഹോട്ടലിൽ വെയിറ്ററായിട്ട് നിൽക്കുന്ന ബിടെക് പഠിച്ചവനാണ്. കാരണം എന്താ, ഒരു കാലഘട്ടത്തിൽ നഴ്സിങ്ങിനും ബിടെക്കിനും എല്ലാ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മൾ ദൈവവചനം ഉപേക്ഷിച്ചിട്ട് ഒറ്റ പോക്കായിരുന്നു. ഹല്ലേലൂയ, പോക്കായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തെ ഉപേക്ഷിക്കുന്ന ദേശങ്ങൾ, ദൈവത്തെ ഉപേക്ഷിക്കുന്ന രാജ്യങ്ങൾ, ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഇടവകകൾ, കുടുംബങ്ങൾ ഛിന്നഭിന്നമാകും, ശിഥിലമാകും. ഹല്ലേലൂയ. പരിശുദ്ധ ഈശോ ഇത്രമാത്രം ഈ സഹനങ്ങൾ ദൈവഹിതത്തിന് വിട്ടുകൊടുത്തെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കൊച്ചു സഹനങ്ങൾ എടുക്കുമോ? ഈശോ പറഞ്ഞു എന്താ, പിതാവേ കഴിയുമെങ്കിൽ ഇത് പാനമാത്രമാണ്, എങ്കിലും നിൻ്റെ ഹിതം പൂർത്തിയാകട്ടെ, നിൻ്റെ ഹിതം പൂർത്തിയാകട്ടെ. കാരണം എന്താ, 3 വർഷക്കാലത്തോളം പരിശുദ്ധ അമ്മ ജെറൂസലേം ദേവാലയത്തോട് ചേർന്ന് നിന്ന് മതബോധനം നടത്തി. ഹല്ലേലൂയ. ജോവാക്കിമും അന്നായും വിശുദ്ധരായ മാതാപിതാക്കന്മാരായിരുന്നു. അവർ തങ്ങളുടെ മതബോധനം നടത്തിയിരുന്നു. ഇനി ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പഞ്ചഗ്രന്ഥി അവർക്ക് മനപ്പാഠമാണ്. പഴയ നിയമഗ്രന്ഥം അവർക്ക് മനപ്പാഠമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവരെ തോൽപ്പിക്കാൻ പറ്റാത്തത്. കാരണം എന്താ, അവരുടെ ഏറ്റവും വലിയ പ്രാധാന്യം ഏതാണെന്ന് വെച്ചാൽ ദൈവമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാട്സപ്പ് കണ്ടിട്ടുണ്ട്. എന്താ, പാലസ്തീനയിൽ വലിയ ജാഥ നടത്തിയിരിക്കുന്ന ആരാ? ഞങ്ങൾക്ക് ജൂതന്മാരല്ല ശത്രുക്കൾ, ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? റോം ഞങ്ങൾ പിടിച്ച് കീഴടക്കും. എന്തുകൊണ്ടിത് പറയുന്നു? ഒറ്റ കാര്യമുള്ളൂ, ദൈവവിശ്വാസം ലോകത്തിൽ ഇല്ലാതാക്കണം. കുടുംബങ്ങൾ തകരണം, വ്യക്തിബന്ധങ്ങൾ തകരണം, ജീവിതങ്ങൾ നശിക്കണം, മദ്യപാനവും മയക്കുമരുന്ന് എല്ലാവിധ വേഴ്ചകളിലേക്ക് പോകണം. മതബോധനം, ഓരോ മതത്തിൻ്റെയും അടിസ്ഥാനം നോക്ക്. ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെന്നിൽ തെറ്റ് തെളിയിക്കുന്ന ഈശോയ്ക്ക് ഒരു തെറ്റുണ്ടോ? ഉണ്ടോ? അതുകൊണ്ടല്ലേ ഈ അബ്ദുൽ കലാം പറഞ്ഞത്, ഞാൻ ഇന്ന് രക്ഷപ്പെട്ടിരിക്കുന്ന ഒറ്റ വഴിയാണ് യേശു ക്രിസ്തുവ. സ്നേഹമുള്ളവരെ, നമുക്ക് വഴിയിട്ട് പോകണം. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം വേണം, ഉന്നത സ്ഥലങ്ങളിൽ പഠിക്കണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട്, ക്രിസ്തുവ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, വേദപാഠം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, കൂദാശകൾ വേണ്ട. ഇവിടെ കടന്നു വരുന്ന ഒരു ഭൂരിപക്ഷം വിദേശത്ത് പോകുന്ന യുവതിവാക്കളും കുമ്പസാരം വേണ്ട. ഇപ്പം നമുക്ക് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞു. ചില ആൾക്കാർ വിചാരിക്കും അച്ഛൻ എന്താ ഇങ്ങനെ പറഞ്ഞത്, സ്പിരിച്വൽ ഷെയറിങ്ങിന് വരുമ്പോൾ അവർ പോലും കുമ്പസാരിക്കണമെന്ന് പറഞ്ഞാൽ 2, 3, 4 വർഷമായിട്ടുള്ളവർ കുമ്പസാരിക്കാതെ സ്പിരിച്വൽ ഷെയറിങ്ങിന് വരും. പരിശുദ്ധാത്മാവ് ഇടപെടോ? ഇപ്പം ആദ്യത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ അവരെ കുമ്പസാരിപ്പിക്കുക. അവർ എന്തിനാ കുമ്പസാരം? ഒരു അച്ഛൻ്റെ അടുത്ത് എന്തിനാ ഏറ്റു പറയുന്നത്? അല്ലെങ്കിൽ ഇഷ്ടംപോലെ 7ഉം 8ഉം കുർബാനയുള്ള സ്ഥലങ്ങളിൽ പോയ പിള്ളേരാണ്. ഇടവകയിലെ തിരുനാളിൻ്റെ അന്ന് പോലും കുർബാന കാണാതെ തിരുനാൾ ആഘോഷത്തിൽ പങ്കിടുക. ഹല്ലേലൂയ. നമ്മുടെ തിരുനാളുകൾ എന്ത് ദൈവം എല്ലാ കാലഘട്ടത്തിലും തിരുനാളിൻ്റെ സമയത്താണ് പകർച്ചപ്പനികൾ കോവിഡും വന്നിരിക്കുന്നത്. കാരണം എന്താ, നമുക്ക് ആഘോഷങ്ങൾക്ക്, ആഡംബരങ്ങൾക്ക് ഒരു സ്വാധീനം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആദ്യ മാതാപിതാക്കന്മാർ ചെയ്ത അതേ രീതിയിലൂടെയാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ പ്രകാരം പറഞ്ഞാൽ ഏറ്റവും മുമ്പ് ചെയ്യേണ്ടത് ശരീരത്തിന് കൊടുക്കുന്ന സുഖത്തെ നിങ്ങൾ മാറ്റണം. കാരണം ശരീരത്തിന് സുഖം കൊടുത്താൽ സ്വർഗത്തിൽ പോകില്ല. ഹല്ലേലൂയ. അന്ന് നമ്മുടെ കുട്ടികൾ അങ്ങനെയാണ് പറഞ്ഞത്. നമ്മുടെ കുട്ടികൾ 1 ഉള്ളൂ, ചിലപ്പോൾ 2 ഉള്ളൂ. അതുകൊണ്ട് ചെയ്യുന്ന ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സുഖങ്ങളും കൊടുത്താണ് കുട്ടികളെ നമ്മൾ വളർത്തുന്നത്. എല്ലാ സാഹചര്യവും എല്ലാം അനുകൂലമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഉദരബലം ദൈവത്തിൻ്റെ, അത് നമ്മൾ ക്ലോസ് ചെയ്തു. അത് വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ പിന്നെന്താവും? നമ്മൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായ
മക്കൾ കാരണം കുട്ടികൾ കൂടുതലുണ്ടാവുന്നത് കുടുംബത്തിൽ സമാധാനം സന്തോഷമാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ നിങ്ങൾ മക്കളെ ജനിപ്പിക്കുവിൻ, മക്കളെ ജനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ, സ്കൂളിൽ വിടണം, ICSE പഠിപ്പിക്കണം, എല്ലാ ഫീസ് കൊടുക്കണ്ടേ, ഫീസ്. അപ്പം നമ്മൾ സമ്പത്തിൻ്റെ മേലാണ് നോക്കുന്നത്, അല്ലേ? മറ്റ് മതസ്ഥർ വിജയിച്ചെന്ന് ഒരു കുടുംബത്തോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ്, ഞങ്ങളുടെ മതത്തിൽ 2:30-3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാശീലം ഉണ്ട് ഫാദർ. നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്, അത് ചെയ്യുന്നവർ അവരനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, അല്ലേ? നമ്മുടെ ഇവിടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജസ്റ്റിസ് എന്ന പുസ്തകത്തിൽ പറയുന്ന 205-ാമത്തെ പേജിൽ പ്രകാരം പറയണത്, കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന ജനത്തോട് ചോദിക്കുക, എൻ്റെ സഭ ഇങ്ങനെ തകർന്നത് എങ്ങനെ, എൻ്റെ സഭ ഇങ്ങനെ തകർന്നു എന്ന്. കാരണം എനിക്ക് നന്ദി പറയാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. ഈശോയുടെ 33 വർഷം ഈശോ ജീവിച്ചതും 33 വർഷം ഈശോ പ്രവർത്തിച്ചത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ഒറ്റ കാര്യം ഇതാണ്, കുർബാന സ്ഥാപിക്കുക, കുർബാന സ്ഥാപിക്കുക. ആ കുർബാന അർപ്പിക്കാൻ വേണ്ടിയാണ് 33 വർഷം ആ ഈശോയെ പരിശുദ്ധ അമ്മ വളർത്തിയത്. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ടില്ല, ഒരു ICSE സ്കൂളിൽ വിട്ടില്ല, ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടില്ല, ഒരു IAS പഠിപ്പിക്കാൻ വിട്ടില്ല, ഒരു IPS പഠിപ്പിക്കാൻ വിട്ടില്ല, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കാൻ വിട്ടോ. പരിശുദ്ധ അമ്മ കാരണം എന്താ, പരിശുദ്ധ അമ്മ വചനം പഠിച്ചിരുന്നു, അല്ലേ? ഇനി വിദേശ രാജ്യങ്ങളുണ്ടായ കഴിഞ്ഞ നാളുകളുണ്ടായ അവസ്ഥകളാണ് കേരളത്തിൽ സംജാതമാകുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വൃദ്ധസദനം ഉള്ളത്. മാതാപിതാക്കന്മാർ മക്കളെ ജനിപ്പിച്ച് കഴിയുമ്പോൾ 18-ാമത്തെ വയസ്സ് വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഒരു ഗേൾ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് അവർ വാഹനം ഓടിച്ച് പോകും, അല്ലേ? മാതാപിതാക്കന്മാർ വയസ്സാവുമ്പോൾ അവർ വരും, അവർ കൊണ്ടുപോയി എവിടെയാക്കുന്നു കഴിഞ്ഞാൽ വൃദ്ധസദനിൽ കൊണ്ടുവന്നാക്കും. പിന്നെ അവരെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മരിച്ചു കഴിയുമ്പോൾ അടക്കാൻ വരും. അടക്കി കഴിയുമ്പോൾ അവർ സ്നേഹം കാണിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഹൃദയഭാഗത്ത് ഒരു റോസാ ചെടി നടും, അല്ലേ? അതിന് വന്ന് ഇടയ്ക്ക് അവർ വെള്ളമൊഴിക്കും. അപ്പോൾ നമ്മുടെ ഈ ശരീരം എന്തായി, റോസാ ചെടിക്ക് വളമായിട്ട് മാറി, വളമായിട്ട് കാര്യം. കാരണം എന്താ, നമ്മൾ സമ്പത്തിന് വേണ്ടി ഓടിയതും നടന്നതെല്ലാം എന്ന് അവനും അറിയാം. കാരണം ദൈവപ്രമാണങ്ങൾ ദൈവകൽപ്പനകൾ പഠിപ്പിച്ചു കൊടുത്താൽ അതിൽ 4-ാമത്തെ കൽപ്പനയാണ് എന്ത്, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലുള്ള കുട്ടികൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്താൽ, ദൈവ പ്രമാണങ്ങൾ പഠിപ്പിച്ചാൽ, ദൈവകൽപ്പനകൾ പഠിപ്പിച്ചാൽ, കൂദാശയിൽ ഫോക്കസ് ചെയ്ത് ജീവിക്കാൻ പഠിപ്പിച്ചാൽ അവരുടെ ജീവിതം ഉയർന്നു പോകും, അവർ രക്ഷപ്പെടും, അല്ലേ? അതാ പറഞ്ഞത്, എല്ലാ ബുധനാഴ്ചയും അവരിവിടെ വന്ന് വചനം കേൾക്കുമായിരുന്നു, മക്കളെ കൊണ്ടുവരുമായിരുന്നു. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ 2 മക്കളുടെയും വിവാഹം കഴിഞ്ഞു, 2 മക്കൾക്കും ജോലിയുണ്ട്. അവരുടെ ഭർത്താക്കന്മാർ ആണിനും പെണ്ണിനും അവർ കെട്ടിയിരിക്കും ജോലിയുണ്ട്. ഞാൻ അവർക്ക് കാണാം, ദൈവവചനം കേട്ടു, ദൈവം അവരെ അനുഗ്രഹിച്ചു, ദൈവവചനം കേട്ടു അവരെ ദൈവം അനുഗ്രഹിച്ചു. ദൈവവചനം എവിടെ കേൾക്കുന്നുണ്ടോ, ദൈവവചനം ആര് സ്വീകരിക്കുന്നോ, അതുകൊണ്ടല്ലേ ഇന്നേ വരെ സംഭവിക്കാത്തത്, ഇന്നേ വരെ കേൾക്കാത്തൊരു സംഭവമായിരുന്നു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും. മനുഷ്യ സമ്പർക്കം കൂടാതെ ഒരു കൊച്ചിനെ ജനിക്കാൻ പറ്റാതിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ദൈവം പറയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും. ജനിച്ചോ? പുരുഷ സംസർഗമില്ലാതെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോ പിറന്നു. അതെന്താ, ദൈവഹിതമായിരുന്നു. ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ വേറെ വഴികളില്ല എന്ന് ദൈവം മനസ്സിലാക്കുക. കാരണം പ്രവാചകന്മാരെ അയച്ചു, നേതാക്കന്മാരെ അയച്ചു, എല്ലാവരെയും നമ്മൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ അവരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും വലിച്ചെറിയുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം അവസാനം ചെയ്തൊരു കാര്യമാണ്, എൻ്റെ മകനെ അവരനുസരിക്കും, അല്ലേ? അനുസരിച്ചോ? ഈശോ 33 വർഷം ജീവിച്ച ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, ബലിയാകാൻ വേണ്ടിയാണ്, ആ ബലിയേകാൻ വേണ്ടിയാണ്. അതെന്താണ്, പിശാചിൻ്റെ മേൽ അധികാരം, പിശാചിൻ്റെ മേലുള്ള അധികാരം, അല്ലേ? നമ്മുടെ കുട്ടികളെ വിശ്വാസത്തിൽ വളർത്തണം. അതുകൊണ്ട് ഈശോ പറഞ്ഞു, അവരെ തടയരുത്, നിങ്ങൾ അവരെ എൻ്റെ അടുത്തിൽ വരാൻ അനുവദിക്കുക. ഈശോ എന്ത് ചെയ്തു, ശിശുക്കളെ എടുത്ത് അവരുടെ ശിരസിൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ച് വിട്ടു. അപ്പോൾ വിശ്വാസം കേൾവിയിൽ നിന്നാണ്. ഒരു കൊച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ വല്ല സ്ഥലത്ത് പോയി, ദൈവത്തെക്കുറിച്ച് കേൾക്കുമോ? കേൾക്കില്ല. ഇനി വചനം വായിക്കാൻ പറയണം,
നമ്മൾ സ്കൂളിൽ വിട്ടിട്ട് മാത്രം ഒരു കുട്ടി ജയിക്കുമോ? ആ കൊച്ചെന്ത് ചെയ്യണം? വീട്ടിൽ വന്നാൽ പഠിക്കണം, വചനം പഠിക്കണം, വചനം വായിക്കണം. അല്ലെങ്കിൽ വചനം വായിക്കും തോറും നമ്മൾ വിശുദ്ധി കടന്നു വരും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, ഞാൻ പറഞ്ഞ വചനങ്ങളെല്ലാം ജീവനുള്ളതാണ്. ഞാൻ പറഞ്ഞ വചനങ്ങളെല്ലാം ആത്മാവും ജീവനുള്ളതാണ്. ഈശോ പറഞ്ഞു, വചനം വിശുദ്ധീകരിക്കുന്ന, വചനം സൗഖ്യം നൽകുന്ന. ഞാനിവിടെ ഓർക്കുക, കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഇവിടെ സാക്ഷ്യം പറഞ്ഞു. ചുറ്റൂരിൽ നിന്ന് വരുന്ന ഒരു ഹിന്ദു സമുദായത്തിൽ പിറന്ന ഒരു സ്ത്രീയാണ്. ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ വന്നു. എൻ്റെ സഹോദരൻ ഇവിടെ എല്ലാ ദിവസവും 3 മണി തൊട്ട് 6 മണി വരെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നൊരു പയ്യനാണ്. അവൻ്റെ ചേച്ചി അനിത്യോ ക്യാൻസർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, ഈശോ ഇടപെടും. അവൻ മുട്ടുകുത്തി 3 മണിക്കൂറും 3 മണിക്ക് വന്നാൽ 6 മണിക്കൂർ, ഈ 3 മണിക്കൂർ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും. മുട്ടുകുത്തി നിന്ന് അവൻ കൈവിരിച്ച് പ്രാർത്ഥിക്കും. പല പ്രാർത്ഥനകൾ ചെയ്യും. അവൻ്റെ അനീത്തിനെ ഇവിടെ കൊണ്ടുവന്നു. അനീത്തി ധ്യാനത്തിൽ കൂടി. അവൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അവൾ 91 സങ്കീർത്തനം ചൊല്ലി പല പ്രാർത്ഥനകൾ ചൊല്ലി. അവൾ കഴിഞ്ഞ ദിവസം പറയാം, ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ബ്രസ്റ്റിൽ ക്യാൻസറിൻ്റെ രോഗാണു ഇല്ല. അവളൊരു ക്രിസ്ത്യാനിയുടെ വീട്ടിലാണ് പിറന്നെങ്കിൽ അവൾ പള്ളിയിൽ ക്യാൻസർ വന്നാൽ പള്ളിയിൽ വരില്ല. കാരണം എന്താ? കാരണന്മാർ വചനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. അല്ലേലിയ. ഞാനൊക്കെ പഠിച്ച കാലത്ത് നമുക്ക് ഞാൻ പഠിച്ചത് ഒരു ഹിന്ദു സ്കൂളിലാണ്. അന്ന് ക്രൈസ്തവ സ്കൂളിൽ പഠിക്കണമെന്ന്. പക്ഷേ അന്ന് സ്കൂളുകൾ അധികമില്ല. അതുകൊണ്ട് ഈ കടമുള്ള ദിവസങ്ങളിൽ അവിടെ ക്ലാസ് ഉണ്ടായിരിക്കും, പക്ഷെ വിടില്ല. നമ്മളിന്ന് കടമുള്ള ദിവസത്തിൽ പിള്ളേരെ വിടുമോ? ഞാനൊരു ഇടവകയിലിരിക്കുമ്പോൾ തോമസിലിയുടെ തിരുനാളം കണ്ട. തോമസിലെ ആഗസ്റ്റ് 15 സ്കൂളിലെ ഒരു ക്രൈസ്തവ സ്ഥാപനം 30 മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പിള്ളേരെല്ലാം അങ്ങോട്ട് പോയി. 30 മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പിള്ളേരെല്ലാം പോയി. ഖുർആന വേണ്ട. ഞാൻ അവരോട് അവർക്കത് അറിയില്ലായിരുന്നു. കാരണം 10, 20, 30 കിലോമീറ്റർ പോയ പിള്ളേർ പഠിക്കുന്നത്. അതുകൊണ്ട് ഖുർആന ഒഴിവാക്കിയിട്ട് അപ്പോൾ എന്താ ഫ്ലാഗ് പോസ്റ്റിങ്ങിന് പിള്ളേർ വേണം. അപ്പോൾ പിള്ളേരെ കിട്ടാൻ വേണ്ടി ഇന്ന് സ്കൂളുകാരൊരു കോമ്പറ്റീഷനാണ്. അല്ലേലിയ. രക്ഷപ്പെടോ? നമ്മൾ ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്താൽ, ക്രിസ്ത്യൻ സ്ഥാപനം ചെയ്താൽ രക്ഷപ്പെടോ? ചെയ്യോ? ഇല്ലില്ല. വചനം ജീവനാ. പരിശുദ്ധ അമ്മ വചനത്തിൽ വിശ്വസിച്ചു. ആ വചനം ഗർഭം ധരിച്ചു. അവളുടെ ഉദരത്തിൽ ഗർഭം ധരിച്ചു. അവൾ പരിശുദ്ധാത്മാവനാന്ന് പറഞ്ഞു. അല്ലേലിയ. ആ വാക്കുകളൊന്ന് നോക്കി. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവപുത്രൻ. അപ്പോൾ ഓരോ ദമ്പതിമാരുടെയും പ്രാർത്ഥന വഴിയായിട്ട് അവർ ശരീരത്തിൽ പിറക്കുന്ന മകനോ മകളോ ആരാണ്? ദൈവപുത്രനാണ്. വിശ്വാസമുണ്ടെങ്കിൽ, വിശുദ്ധിയുണ്ടെങ്കിൽ, പ്രാർത്ഥനാ ചൈതന്യമുണ്ടെങ്കിൽ. അല്ലേലിയ. എന്താ പറയണേ? തുടർന്ന് പറയാണ്, ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. 30 വായിക്ക്. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ ഭയപ്പെടാൻ, ദൈവകൃപ കണ്ടെത്തിയിരിക്കുന്നു. ഗർഭം ധരിച്ച ഒരു പുത്രനെ അവൻ വലിയവനായിരിക്കും. വീണ്ടും പറയാണ്, അത്യുന്നതന്റെ പുത്രനെ വിളിക്കും. അവന്റെ പിതാവായി ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ്, അവൻ രാജാവാണെന്ന് പറയാണ്. ആരാ പറഞ്ഞേ? ദൂതൻ എന്ന് പറയാ. അല്ലേലിയ. നിങ്ങളുടെ ഉദരത്തിൽ ജനിക്കാൻ പോകുന്ന ശിശു ഒരു അഭിഷിക്തനാ. മിശിക എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തനെന്നാ. മിശിക എന്ന വാക്കിൻ്റെ മാമുദീസ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും അഭിഷിക്തനാണ്. അല്ലേലിയ. അവൻ സിംഹാസനത്തിൽ വസിക്കും, ദൈവമായ കർത്താവിന് കൊടുക്കും, യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ എന്നേം. ഈ പറയുന്ന വ്യക്തിയോടാണ് ഇന്ന് തിന്മയുടെ ശക്തികൾക്ക് എതിര്. അല്ലേലിയ. ഈ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ മനുഷ്യ സംസർഗമില്ലാതെ ജനിച്ച ഈ പുത്രനിൽ വിശ്വസിക്കുന്നവരെ കൊല്ലുക എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ദേശം ഇല്ലാതാകുക. അത് എന്തുകൊണ്ടാണ്? തിന്മ. അല്ലേലിയ. നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ തിന്മയ്ക്ക് അടിമപ്പെട്ട ഒരാളെയും പിശാച് ഉദ്ധരിക്കില്ല. തിന്മയ്ക്ക് അടിമപ്പെട്ട ഒരാളെയും പിശാച്. നിങ്ങൾ മദ്യപാനം നടത്തുന്നവർ മദ്യപാനം നിർത്താൻ നോക്കി, സമ്മതിക്കില്ല പിശാച്. അല്ലേലിയ. അവൻ്റെ കൂട്ടുകെട്ട് ഒഴിവാക്കാൻ അവൻ സമ്മതിക്കില്ല. അല്ലേലിയ. ഒരു പയ്യനെ നിലമ്പൂരിൽ നിന്ന് ഈ മൈക്ക് മരുന്ന് കഴിക്കുന്നൊരു പയ്യനോട്
കൊണ്ടുവന്നു. അവൻ മണ്ണാർക്കാട് എത്തിയപ്പോൾ അവന് നിൽക്കാൻ പറ്റുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കൂടെ കൊണ്ടുവന്ന ആളെ മാറ്റി നിർത്തിയിട്ട് അവൻ പോയിട്ട്, അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എങ്ങനെ മണ്ണാർക്കാട് വന്നപ്പോൾ എങ്ങനെ കണ്ടത്? അച്ഛാ, ഇത് വലിക്കുന്നവർ, ഈ കഞ്ചാവ് വലിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ആ കൂട്ടുകെട്ട് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. ഒരു നാവിഗേറ്ററും വേണ്ട, അവന് ഒരു മൊബൈലിൽ ഒരു ഇതും വേണ്ട. അവൻ പറയാം, ആ കൂട്ടുകെട്ടിൽ ചെന്നു, ഞാൻ വലിച്ചു, എന്നിട്ട് വലിച്ചിട്ട് ഇവിടെ വന്നിരിക്കുക. എവിടെ? ധ്യാനം കൂടാൻ വേണ്ടി മയക്കുമരുന്ന് വലിച്ചിട്ട് മയക്കുമരുന്ന് മാറ്റാൻ അവൻ പറയും, ഇതില്ലാതെ പറ്റില്ല അച്ഛാ. കാരണം എന്താ? അവൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണെന്ന് പിശാചിന് അറിയാം. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് ആർക്കറിയാം? പിശാചിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ നശിപ്പിക്കുന്നത്. ക്രൈസ്തവ സഭ ഇല്ലാതാക്കിയാൽ ഉണ്ടോ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വിശ്വാസം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്. ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ പ്രകാരമാണ്, ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കപ്പെടണം, എല്ലാ ജനതകളോടും സാക്ഷ്യത്തിനായി എല്ലാ ജനതകളും. മുസ്ലിം കേൾക്കണം, സിഖുകാരൻ കേൾക്കണം, ബുദ്ധമതക്കാരൻ, ജൈനമതക്കാരൻ, ഹിന്ദു കേൾക്കണം. എന്തുവാ? അല്ലെങ്കിൽ അന്ധവിശ്വാസം വരും, അല്ലെങ്കിൽ പിശാചിൻ്റെ ഭരണം വരും. യോഹന്നാൻ്റെ ലേഖനത്തിൽ പ്രകാരമാണ്, എല്ലാ ആത്മാക്കളും നിങ്ങൾ വിശ്വസിക്കരുത്. എല്ലാ വ്യത്യസ്തമായ ആത്മാക്കളുണ്ട്, ഓരോന്നിനും ഓരോ ആത്മാക്കളാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പയ്യ ഇവിടെ വന്നു, ആ പയ്യൻ പറയാം, എന്നെ എല്ലാവരും തല്ലും. ഞാൻ എന്താ? എല്ലാവരും തല്ലും. കണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ പറയാം, 2-3 ധ്യാനം നേരെ പോയി, കിട്ടിയില്ല, തുറന്നു. ഞാൻ പറഞ്ഞു, അനുദപിക്കാം, കുമ്പസാരിക്കാൻ പറഞ്ഞു. അപ്പം തന്നെ കുമ്പസാരിപ്പിച്ചിട്ടു. കുമ്പസാരത്തിൽ നിന്ന് യുവതിവാക്കൾക്ക് വിശ്വാസമില്ല. കുമ്പസാരത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് വിശ്വാസമില്ല. അവർ പറഞ്ഞാൽ ഞങ്ങൾ കാര്യങ്ങൾ കണ്ടു. എന്താ? ഈ ടച്ച് സ്ക്രീനിലിരുന്ന് ഈ തട്ടി ഇന്ന് സമയം കളയാം. ഒരു പയ്യൻ 8-9 മണിക്കൂറാണ് മൊബൈൽ കണ്ടു. 2 വർഷമായി. സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല. എഴുന്നേറ്റ് നിൽക്കുക. ദൈവത്തെ ഉപേക്ഷിച്ചാൽ നിൻ്റെ ജീവിതം തകരും. ദൈവത്തെ ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ മക്കളുടെ ജീവൻ തകരും. ദൈവത്തെ ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ജീവൻ തകരും. അതുകൊണ്ട് വിശ്വാസത്തിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവരുടെ ഭവനം അതിവേഗം നശിച്ചു. വിശ്വാസത്തിൽ തീഷ്ണതയും ദൃഢതയും ഇല്ലാത്തവരുടെ ഭവനം അതിവേഗം. ഒരു കൊച്ചുകുട്ടിയോട് പറഞ്ഞു, ബൈബിൾ വായിക്കാൻ പറഞ്ഞു, ഫാദർ എനിക്ക് വിശ്വാസമില്ല, യേശുവിനെ കുറിച്ച് എനിക്ക് വിശ്വാസമില്ല. കാരണം സ്കൂളുകളിൽ ചെല്ലുമ്പോൾ മറ്റ് മതസ്ഥർ അവരുടെ ദേവൻ്റെ നാമം ഉച്ചരിപ്പിക്കുകയെന്ന്. അവിടെ പാവമാണോ? ദൈവത്തിൻ്റെ നാമം വെറുതെ പ്രയോഗിക്കരുത്. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഒന്ന്, സംസാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ. സ്വർഗരാജ്യം അടയ്ക്കപ്പെടും. കണ്ണുകൾ അടയ്ക്കുക. കർത്താവേ, വിശ്വസിക്കാനുള്ളൊരു കൃപ എനിക്ക് വരണം. എനിക്ക് ജോലിയല്ല വേണ്ട കർത്താവേ, എനിക്ക് ഭവനമല്ല വേണ്ട കർത്താവേ, എൻ്റെ കുടുംബത്തെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ സ്ഥാപിക്കാൻ കൃപ വരണം കർത്താവേ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ നിമിഷം തന്നെ ദൈവം നിൻ്റെ ശക്തി നിങ്ങളുടെ മേലയക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായവും, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51-ാം അധ്യായവും, യെശയ്യാ പ്രവാചകൻ്റെ 31-ാം അധ്യായത്തിൽ പറയാം, നിങ്ങൾക്ക് ഐശ്വര്യം ഞാൻ നൽകും, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. ഞാൻ നിത്യമായ ഉടമ്പടി നീയുമായിട്ട് സ്ഥാപിക്കും. നീ മാത്രമല്ല, നിൻ്റെ വരും തലമുറകളുമായിട്ട് ഞാൻ സ്ഥാപിക്കും. എൻ്റെ ഭരണം നിൻ്റെ രാജ്യത്ത് വേണം. എൻ്റെ ഭരണം നിൻ്റെ കുടുംബത്തിൽ വേണം. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്താം. കർത്താവേ, ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ദേശങ്ങളിലും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലുമാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ പുനരുദ്ധരിപ്പിക്കണേ. തകർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിത പങ്കാളിയെ പുനരുദ്ധരിക്കണേ. തകർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ യുവതിവാക്കളെ പുനരുദ്ധരിക്കണമേ. തകർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ പുനരുദ്ധരിക്കണം. ദൈവത്തെ ഉപേക്ഷിച്ചാൽ, ദൈവത്തെ പുറന്തള്ളിയാൽ നീ രോഗിയായിട്ട് മാറും. ക്യാൻസർ, ട്യൂമർ, കിഡ്നി, ഹൃദയ സംബന്ധ രോഗങ്ങൾ മരുന്നിനാൽ സൗഖ്യപ്പെടുന്നതല്ല. ഓട്ടിസം, സോറിയാസ് രോഗങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ, മന്ദരോഗങ്ങൾ, കുഷ്ഠരോഗങ്ങൾ മരുന്ന് കൊണ്ട് മാറുന്നതല്ല. ദൈവം ഇടപെട്ടാൽ മാത്രമേ മാറുള്ളൂ. 1-ാം പ്രമാണത്തിന്റെ ലംഘനമാണെന്ന്
മരിച്ച വിശ്വാസികളുടെ ജപമാലിൽ ലുത്തിനെ ചൊല്ലുമ്പോൾ അത് പറയുന്നുണ്ട്, കർത്താവേ, വിശ്വാസത്തിൽ നിന്ന് അകന്ന് ജീവിച്ച ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ, കൂദാശകളിൽ നിന്ന് അകന്ന് ജീവിച്ച ഈ മക്കളുടെ മേൽ നീ കരുണയായിരിക്കണമേ എന്ന് പറയുന്നത്. ഹൃദയ സംബന്ധമായ രോഗത്താൽ മരിച്ചവരുടെ മേൽ കരുണയായിരിക്കണമെന്ന്. മന്ദരോഗം, കുഷ്ഠരോഗം, എയ്ഡ്സ് രോഗം, ഹൈപ്പർ ആക്ടിവിറ്റി, ഓട്ടിസം, അങ്ങനെയുള്ള രോഗങ്ങൾ പാപത്തിന്റെ പരിണത ഫലമാണെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6:20-22 തിരുവചനങ്ങളിൽ പറയാം. ഈ ദൈവം നിന്റെ ശരീരങ്ങളെ ദൈവത്തിന് സ്വീകാര്യമായ ബലിയായിട്ട് സമർപ്പിക്കും. നിങ്ങളുടെ ശരീരം, നമ്മുടെ ശരീരത്തെ, പരിശുദ്ധമായ ആലയത്തെ ദൈവത്തിന് സ്വീകാര്യമായിട്ട് ബലിയായിട്ട് നീ അർപ്പിക്കുന്ന സമയത്ത്, നീ സമർപ്പിക്കുന്ന സമയത്ത് നിന്റെ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ ഭരണം സംജാതമാവും. നിന്റെ ആത്മാവിന്റെ മേൽ ദൈവത്തിന്റെ ഭരണം സംജാതമാവും. നിന്റെ കുടുംബ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ ഭരണം സംജാതം. നിന്റെ ദേശത്തിന്റെ മേൽ നീ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ നിന്റെ ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ ഭരണം കടന്നു വരും. കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് വിളിക്കട്ടെ, യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നാമത്തിന്റെ ശക്തിയാൽ രോഗങ്ങൾ വിട്ടുപോട്ടെ. യേശു നാമത്തിന്റെ ശക്തിയാൽ തിന്മയുടെ ശക്തികൾ വിട്ടുപോട്ടെ. യേശുവിന്റെ നാമത്തിന്റെ നിരീശ്വരവാദങ്ങൾ വിട്ടുപോട്ടെ. യേശു നാമത്തിന്റെ ശക്തിയാൽ അന്ധകാര ശക്തികൾ വിട്ടുപോട്ടെ. യേശു നാമത്തിന്റെ ശക്തിയാൽ പൈശാചിക പീഡകൾ വിട്ടുപോട്ടെ. ഹല്ലേലൂയ. യേശു നാമത്തിന്റെ ആധിപത്യ ശക്തികൾ വിട്ടുപോട്ടെ. കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുട്ടികളോ, ജീവിത പങ്കാളിയോ നിരീശ്വരവാദമോ യുക്തിവാദങ്ങളിലോ താന്തോടത്തങ്ങളോ വഷളത്തങ്ങളോ മൂഢതയിലോ ഭക്തിരാഹിത്യത്തിലോ മദ്യപാനത്തിലോ മയക്കുമരുന്നിന്റെ ആസക്തിക്കോ അടിമപ്പെട്ടിട്ടെങ്കിൽ നീ ഒറ്റ വിളി വിളിച്ചാൽ മതി, ദൈവം കേൾക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് 9-10 തിരുവചനം, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന നീ രക്ഷ പ്രാപിക്കും. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. കണ്ണുകളടച്ച് കരങ്ങളൊന്നുയർത്തി, ഓ യേശുവേ, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ജീവിത പങ്കാളിയിലേക്ക്, എന്റെ മക്കളിലേക്ക്, ഓ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വന്ന് മാംസം ധരിച്ച യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു കവിഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. കണ്ണുകളടയ്ക്കുക, എല്ലാവരും കണ്ണുകളടയ്ക്കുക. കണ്ണുകളടച്ച് സ്വർഗം കണ്ടുകൊണ്ട് വിളിക്കട്ടെ, സ്വർഗം കണ്ടുകൊണ്ട് വിളിക്കട്ടെ. മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനി എൻ കൺമണിയേ.